ഫ്രണ്ട്സ്, നമ്മുടെ ISROയുടെ റിസർച്ച് യൂണിറ്റായുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലേക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 2 നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന കാറ്റഗറിയും അതുപോലെ തന്നെ ടെക്നിക്കൽ അസിസ്റ്റന്റ് ഓർ സയന്റിഫിക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന തസ്തിലേക്കാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അതായത് എക്സാം ഡേറ്റ്, അതുപോലെ ഇതിൻ്റെ സിലബസ് തുടങ്ങിയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യമാണ് PYQs. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ ആൻസർ കീയൊക്കെ അതിൻ്റെ കൂടെ ലഭിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോയും അത് മറ്റു അപ്ഡേഷനൊക്കെ ലഭിക്കുന്നതായിട്ട് നമ്മുടെ ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഇൻസ്റ്റയിലാണ് ഇപ്പം ഏറ്റവും എനിക്ക് തോന്നുന്നു വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റോറി ഇടാനും അതുപോലെ മറ്റു റീൽ ഇടാനൊക്കെ എളുപ്പമാണ്. നമുക്കിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെറിയ ഒരു നോട്ടീസോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേഷനൊക്കെ വന്നാൽ നിങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റ ഫോളോ ചെയ്യുക കേട്ടോ, ഇൻസ്റ്റാഗ്രാം. അപ്പോൾ എല്ലാ ജസ്റ്റ് നിങ്ങൾ GOCL അടിച്ചാൽ മതി. നമ്മുടെ ചാനൽ അതേ പേരാണ് കേട്ടോ, ഇൻസ്റ്റാഗ്രാം ID GOCL എജുലാൻഡ് നിങ്ങൾ അടിച്ചാൽ മതി. നമ്മുടെ ആ ഒരു ഇൻസ്റ്റയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇൻസ്റ്റയിൽ ഒരു ചാനലുണ്ട്. ഈ ചാനലിൻ്റെ പ്രത്യേകത നിങ്ങൾക്ക് ഇങ്ങനെ റിയാക്ഷനൊക്കെ ഇടാം. അത് മാത്രമല്ല ഇതിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം സംശയമൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അത് എനിക്ക് വ്യൂ ചെയ്ത് നിങ്ങൾക്ക് അതിന് റിപ്ലൈ തരാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഒരു ഓപ്പൺ ഗ്രൂപ്പ് പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് യൂസ് ചെയ്യാവുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളിതിലിങ്ങനെ പറയും. മാത്രമല്ല പെട്ടെന്ന് സ്റ്റോറി ഇടാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻസ്റ്റയിൽ മാക്സിമം നിങ്ങൾ ഫോളോ ചെയ്യുക. കാരണം എല്ലാവരും അധികവും ഇപ്പോൾ ഇൻസ്റ്റയിലും അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ കാണാൻ എനിക്ക് യൂസ് ആവും. മറ്റേ നമ്മൾ മെയിൽ വഴിയൊക്കെ എന്തെങ്കിലും ഇൻഫർമേഷൻ വന്നാൽ തന്നെ നമ്മൾ മേ ബി അത് അറിയണം എന്നില്ല. അപ്പോൾ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് ജസ്റ്റ് ഒരു ഇമേജ് ഒക്കെ ആയിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എത്തും കേട്ടോ. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇനി ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഇതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് തരാം. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് PYQs ഡൗൺലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ GOCL എജുലാൻഡ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ജസ്റ്റ് നിങ്ങൾ നമ്മുടെ ചാനലിൻ്റെ പേര് തന്നെയാണ്, നമ്മുടെ വെബ്സൈറ്റിൻ്റെ പേര്, എല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയൻ്റെ ഒക്കെ പേര് തന്നെയാണ്, GOCL എജുലാൻഡ് ആണ്. ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഈ പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് തരും. നമ്മുടെ ഹോം പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ഈ ഒരു പേജിലേക്കാണ് ഒരു ഹോം പേജിലാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ISRO VSCC എക്സാം സ്റ്റഡി മെറ്റീരിയൽ എന്നിട്ട് PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യാം. പിന്നെ നമ്മുടെ ഒരു ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ജോയിൻ ചെയ്തോളൂ. അതുപോലെ നമ്മൾ വർക്ക് ഫ്രം ഹോം ജോബ്സ്, പ്രൈവറ്റ് കമ്പനികളിലെ ജോബ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്യുന്നൊരു നമ്മുടെ ആപ്പ് ത്രൂ തന്നെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കും കാര്യങ്ങളൊക്കെ ലഭിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ ആദ്യം ലഭിക്കുന്നതിനായിട്ട് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ISRO VSCC എക്സാം എന്നുള്ള ഈ ജസ്റ്റ് ഈ ഒരു പോസ്റ്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതവിടെ പുതിയൊരു പേജ് ഓപ്പൺ ആയി വരും. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ഇത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ സെയിം ആപ്പ് ഉണ്ട്. ഏറ്റവും താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഏറ്റവും താഴെ ഗൂഗിൾ പ്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ചെയ്യാൻ ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാം. കുറച്ച് നമ്മുടെ ആപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിംഗ് ആണ്. കൂടുതലായിട്ട് കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ നമ്മളതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ വരും കാലങ്ങളിൽ ഉഷാറാക്കണമെന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊരു സപ്പോർട്ട് വേണം. നിങ്ങളൊരു പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഒന്ന് ഇടുക. എല്ലാവരും ജസ്റ്റ് അത് ബ്ലാങ്ക് ആക്കി ഇടരുത്. 5 സ്റ്റാർ ഒക്കെ എടുത്ത് നിങ്ങൾ മാക്സിമം ഒന്ന് പോസിറ്റീവ് റിവ്യൂസ് ഒക്കെ ഇട്ടുന്ന സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ തരുന്നത് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് കാണാം, അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ISROയുടെ ഇവിടെ കാണാം ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, ടെക്നീഷ്യൻ തുടങ്ങിയിട്ടുള്ള എല്ലാ കാറ്റഗറിയുടെയും PYQ വിത്ത് ആൻസർ കീ കാര്യങ്ങളാണ്. ഇതിൽ ചിലതിലൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ട് മൊത്തത്തിൽ ആഡ് ചെയ്യാൻ പറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അതും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ചിലതിലൊക്കെ കുഴപ്പമില്ലാത്ത ഒരു ടെസ്റ്റൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടെസ്റ്റ് ഓൺലൈൻ ടെസ്റ്റ് ചെയ്ത് വെക്കാം. ഓക്കെ, അത് ഏതിലാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല, ചിലതിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് PYQ വിത്ത് ആൻസർ കീ എന്താണ് കിട്ടും. അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൽ താഴോട്ട് ഇങ്ങനെ വന്ന് അവിടെയൊക്കെ കാണാം കേട്ടോ ISROയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ടെക്നീഷ്യൻ ബി, ഫോട്ടോഗ്രാഫി, ഇലക്ട്രീഷ്യൻ, ടേണർ, അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാം അസിസ്റ്റൻറ്റ് കെമിക്കൽ, അസിസ്റ്റൻറ്റ് R&AC, അതുപോലെ കാർപ്പൻറ്റർ തുടങ്ങിയിട്ട് ഇവിടെയൊക്കെ കാണാം. ഇലക്ട്രിക്കൽ, കമ്പ്യൂട്ടർ സയൻസ്, R&AC, പിന്നെ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് കെമിസ്ട്രി, സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആട്ടോ, സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് ഫിസിക്സ്, പിന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് EC, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. ഒരുവിധ ട്രേഡും ഡിസിപ്ലിൻസും ഒക്കെ ഇതിലുണ്ട്. പ്രത്യേകം നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതിൽ വ്യൂ ഡീറ്റെയിൽസ് കൊടുത്ത് ചെറിയൊരു സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. കാരണം നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ ജസ്റ്റ് അത് പേ ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ സോർട്ട് ചെയ്ത് വെച്ച്, അതായത് ഒഫീഷ്യൽ ആൻസർ കീയും അതുപോലെ തന്നെ ഒഫീഷ്യൽ പേപ്പറുമാണ്, കറക്റ്റായിട്ട് PYQs ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ PYQs നോക്കാമെന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ ജസ്റ്റ് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏതൊരു എക്സാമിന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിലും ആദ്യം വേണ്ടത് PYQs ആണ്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ സിലബസിലേക്കാണ് പോകുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇതിൻ്റെ നമ്മുടെ വെബ്സൈറ്റിൽ തന്നെ ഒരു സെർച്ച് ബാർ ഉണ്ട്. ഞാൻ ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് നമ്മൾ ISRO, നിങ്ങൾക്ക് ഇതുപോലെ ഏത് പോസ്റ്റ് വേണമെങ്കിലും ഇതൊന്ന് എടുക്കാം. ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്യാം. നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അതിവിടെ കാണിക്കും. കാരണം ISRO VSCC റിക്രൂട്ട്മെൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെ പോസ്റ്റാണ്. ഇത് ജസ്റ്റ് ഓപ്പൺ ആക്കുന്നു. അതുപോലെ തന്നെ ടെക്നീഷ്യൻ ബീൻ്റെ പോസ്റ്റാണ്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിന് 2 ദിവസം പാടാണ് ലാസ്റ്റ് ഡേറ്റ്. ഇന്നിപ്പോൾ June 16 ആണ്. June 18 വരെ അപ്ലൈ ചെയ്യട്ടോ. ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടിട്ട്
ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. മറ്റേത് ടെക്നീഷ്യൻ്റെത് ഓൾറെഡി കഴിഞ്ഞിട്ടു. ഇന്ന് 5 മണി വരെ ആയിരുന്നു, ജൂൺ 16 എക്സ്റ്റെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ടെക്നീഷ്യൻ്റെ ആണ് എടുക്കുന്നത്. അതിൽ നമ്മൾ ഇതിൻ്റെ സിലബസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ തന്നെ അതിൻ്റെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും സിലബസ് ഒരു ഡൗട്ട് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. ഇവിടെ കാണാം നിങ്ങൾക്ക് ഇതിൻ്റെ സെലക്ഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന 2 മെത്തേഡാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. റിട്ടൺ ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ റിട്ടൺ ടെസ്റ്റും സ്കിൽ ടെസ്റ്റുമാണ്. സ്കിൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ റിട്ടൺ ടെസ്റ്റ് പറയുന്നത് 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കാം. അപ്പോൾ ഈ റിട്ടൺ ടെസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആധികാരികമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ പറയുന്ന PYQs ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. ആ PYQs ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് വിവിധ വർഷങ്ങളിൽ നടന്ന PYQs ഉണ്ട്, ISRൻ്റെ വിവിധ യൂണിറ്റിൽ നടന്ന PYQs ഉണ്ട്. ഒക്കെ സെയിം പാറ്റേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് പൾസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. അത് പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കരിക്കുലം ബേസ്ഡ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ITI ഫിറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ITI ഫിറ്റർ ആണെങ്കിൽ ഫിറ്റർ ട്രേഡുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതിൽ ചോദിക്കുക. ഓക്കെ, വേറെ പുറത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ITI ഫിറ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അതായത് നിങ്ങളുടെ LCBT നിങ്ങൾ പഠിച്ചിട്ടുള്ള ആ സിലബസ് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. അപ്പോൾ അത് വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ PYQs ആണ്. അപ്പോൾ PYQs നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, എല്ലാ PYQs നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അത്യാവശ്യം എന്താണ് പല ഇയറിൽ നടന്ന PYQs ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ആൻസർ കീ ഇട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, ആൻസർ കീ ഇല്ലാതെ ഒന്ന് ട്രൈ ചെയ്യുക നിങ്ങൾ ആദ്യം. അതിന് ശേഷം നിങ്ങൾ ആൻസർ കീ നോക്കി നിങ്ങൾക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നോക്കുക. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എത്രത്തോളം ടഫാണ് എന്നതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് ചോദിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒട്ടനവധി എന്താണ് PYQs ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാൻ പറ്റും. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഏത് മേഖലയിൽ നിന്നാണ് വരുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ITIയിൽ നിങ്ങൾ കയ്യിലുള്ള നോട്ട്സ് തന്നെ യൂസ് ചെയ്യാവുന്നതാണെന്ന് സാരം. ഇനി നിങ്ങൾ ഡിപ്ലോമ ആണെങ്കിൽ ഡിപ്ലോമ ബേസിൽ, ഇനിയിപ്പം സയൻറ്റിഫിക് അസിസ്റ്റൻറ്റ് BSc ഫിസിക്സ് കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ഡിഗ്രി ഗ്രാജുവേറ്റ് ലെവലിൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമ്മുടെ പ്രോപ്പറായിട്ട് നിങ്ങൾ ആ PYQs നോക്കാതെ പഠിക്കരുത്. PYQs നോക്കിയിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ശേഷം പഠിക്കണം. കാരണം വെറുതെ നമ്മളെല്ലാ ഇപ്പം നമ്മൾ ഫോർ എക്സാമ്പിൾ 3 ഇയർ ഒക്കെ ഡിഗ്രിയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അതെല്ലാം കൂടി വാരി വലിച്ച് പഠിക്കാനുള്ള സമയമൊന്നും ഉണ്ടായിക്കോണമെന്നില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ PYQs ബേസ് ചെയ്ത് നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഐഡിയ വെച്ച് പഠിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ വ്യൂ ഡീറ്റെയിൽസ് അടിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഗൂഗിൾ പേ, ഫോൺ പേ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു സർവീസ് ചാർജ് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും കൊടുത്താൽ ലോഗിൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെബ്സൈറ്റ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അതിൻ്റെ പ്ലേ സ്റ്റോറിൽ JioCL Juland ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ തന്നെ ബട്ടൺ ഉണ്ട് ഗൂഗിൾ പ്ലേ, അതിൽ ക്ലിക്ക് ചെയ്താൽ ഡൗൺലോഡ് അങ്ങനെയും ചെയ്യാവുന്നതാണ് കേട്ടോ. 2 രീതി ചെയ്യാം. അപ്പോൾ 90 മിനിറ്റ് ആയിരിക്കും ഡ്യൂറേഷൻ വരുന്നത്. ഒന്ന് ശരിയാൽ 1 മാർക്ക് ഉണ്ടാവും. നിങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയാൽ 0.33 മാർക്ക് എന്താണ് നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ. ഓക്കെ, ഇനി ഇതിൽ ഈ പറയുന്ന റിട്ടൺ ടെസ്റ്റ് നിങ്ങൾ മെറിറ്റ് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞാൽ സ്കിൽ ടെസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. സ്കിൽ ടെസ്റ്റ് ആണ് ജസ്റ്റ് ക്വാളിഫൈയിങ് നേച്ചറാണ്. ക്വാളിഫൈയിങ് നേച്ചർ പറഞ്ഞാൽ നിങ്ങൾക്കൊരു നിശ്ചിത കട്ട് ഓഫ് ഉണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു ജസ്റ്റ് നമ്മൾ ആ പ്രാക്ടിക്കൽ സ്കില്ല്, അതായത് ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഫിറ്റർ ആണെങ്കിൽ ഫിറ്ററുമായി ബന്ധപ്പെട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ജസ്റ്റ് അത് ക്വാളിഫൈ ചെയ്ത് കാണിക്കാന്നേ ഉള്ളൂ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇവിടെ മിനിമം മാർക്ക് നിങ്ങൾ ക്വാളിഫൈ ചെയ്യാൻ 50 മാർക്ക് നേടിയാൽ മതി. 100-ൽ 50 ജനറൽ കാൻഡിഡേറ്റ്സ്. ഇനിയിപ്പം മറ്റു റിസർച്ച് കാൻഡിഡേറ്റ്സ് SC OBC ഒക്കെ ആണെങ്കിൽ അവർക്ക് 100-ൽ 40 മാർക്ക് വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ അതല്ലാതെ നിങ്ങളിപ്പോൾ 100-ൽ 90 മാർക്ക് വാങ്ങിയെന്ന് വിചാരിച്ച് നിങ്ങളുടെ റാങ്ക് എന്ത് ചെയ്യാണ്, ഉയരുക ഒന്നും ചെയ്യില്ല. അപ്പോൾ ജസ്റ്റ് ഈ ഒരു നിശ്ചിത മാർക്കിലേക്ക് നമ്മൾ എത്തിയാൽ മതി. അപ്പോൾ അത് ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാന്നുള്ളത് മാത്രമാണ്. മറ്റേത് റിട്ടൺ ടെസ്റ്റ് നിങ്ങൾ മാക്സിമം മാർക്ക് വാങ്ങാൻ നോക്കണം. അതാണ് നിങ്ങളുടെ റാങ്കിലേക്ക്, അതായത് ഫസ്റ്റ് പൊസിഷനിലേക്ക് നിങ്ങളെ എത്തിക്കുന്നതെന്ന് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസും നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട. ഇനി ആരും പറയുന്ന സിലബസ് നമ്മൾ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഒഫീഷ്യൽ പേപ്പറുകളാണ്, ഒഫീഷ്യൽ ആൻസർ കീയും അതുപോലെ തന്നെ ഒഫീഷ്യൽ എന്താണ് ഈ പറയുന്ന എക്സാം പേപ്പറുമാണ് നമ്മൾ ഈ പറയുന്ന നിങ്ങൾക്ക് ഇതിലൂടെ നമ്മുടെ വെബ്സൈറ്റിലൂടെ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് നിങ്ങൾ സിലബസ് ഇനി ആരെയും പറയട്ടെന്ന് വിചാരിച്ചിരിക്കേണ്ട. ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേക്ക് നിങ്ങൾ ഇത് ജസ്റ്റ് വാങ്ങിയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സാം ഡേറ്റ് ആയിരിക്കും എല്ലാവർക്കും ഡൗട്ട്. അപ്പോൾ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് ഒക്കെ നിങ്ങൾക്ക് ഞാൻ കറക്റ്റായിട്ട് വരുന്ന സമയത്തൊക്കെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇൻസ്റ്റയിൽ നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നിട്ട് ആ ചാനലിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇനി എക്സാം ഡേറ്റ് വരാനുള്ളൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ
ഒരു 3 മന്ത്സ് മാക്സിമം നമുക്കൊരു 3 മന്ത്സ് ഒരു ഡേറ്റ് ആക്കി വെച്ചിട്ട് നമ്മൾ കാണാം. മേ ബി ആണ് ഞാൻ പറയുന്നത്, അത് വേരി ചെയ്യാം. അപ്പോൾ നോർമലി ഉള്ള ഒരു കണ്ടീഷനാണ് 3 മന്ത്സിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എക്സാം വരാൻ സാധ്യതയുണ്ട്. 3 മന്ത്സിൻ്റെ ഉള്ളിലാണ് ഞാൻ പറഞ്ഞത്. മേ ബി എന്തെങ്കിലും റീസണൊക്കെ ഉണ്ടെങ്കിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു 3 മന്ത്സിൻ്റെ ഉള്ളിൽ, എനിക്ക് തോന്നുന്നു 2 മന്ത്സ് കണ്ടാൽ മതി. അതിനുള്ളിൽ നമ്മളത് സിലബസ് ഒക്കെ വെച്ച് നമ്മളൊരു വ്യക്തമായുള്ളൊരു സ്റ്റഡി നടത്തി കഴിയണം എന്നുള്ളതാണ്. വല്ലാതെ നമ്മൾ ഡിലേ ആക്കണ്ട. അപ്പോൾ ഇപ്പോഴൊക്കെ എക്സാം ഒക്കെ പെട്ടെന്ന് തന്നെ നടക്കുന്നൊക്കെ ഉണ്ട്. എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ 3 മന്ത്സ് ഒക്കെ കണ്ടിട്ട് അങ്ങനെ എന്ത് ചെയ്യുക, നിങ്ങൾ അതിലേക്ക് പഠിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇനി ആ ഒരു കാര്യം നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യുക. ഇനിയിപ്പോൾ നമുക്ക് എക്സാം 3 മന്ത്സ് കണ്ട് നമ്മൾ പഠിച്ചാലും ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്താലും നമുക്ക് റിവിഷൻ ചെയ്യാമല്ലോ, നമുക്ക് സമയം ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആ കണ്ടീഷൻ കേട്ടോ. 3 മന്ത്സ് എന്നൊക്കെ പറഞ്ഞ് ഞാനൊരു ആവറേജ് എടുത്ത് പറയുന്നതാണ്. നമുക്ക് കറക്റ്റ് അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് സാധാരണ കേസിൽ നോർമലി ആണ് ഒരു 2 മന്ത്സ് 3 മന്ത്സിൻ്റെ ഉള്ളിലേക്ക് അധികം എക്സാമുകളും നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഇനി അത് ഡിലേ ആവോ എന്ന് നമുക്കത് പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളത് പ്രിപ്പയർ ചെയ്യാം. ഇനി അടുത്തത് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ വേക്കൻസി വന്നിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻ്റെതാണ് സിലബസ് പറയാൻ പോകുന്നത്. അപ്പോൾ ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെതൊക്കെ നിങ്ങൾക്ക് ലൈബ്രറി അസിസ്റ്റൻ്റ് അതിൻ്റെ ഒക്കെ ഇത് പേപ്പർ ഇതിലുണ്ട് കേട്ടോ. ഇനി ഏതെങ്കിലും ഇതിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ അതുപാടെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇത് ഈ പറയുന്ന ടെക്നിക്കൽ അസിസ്റ്റൻറ്റിൻ്റെതാണ്. അപ്പോൾ അതിൻ്റെതും ഇതുപോലെ നമുക്ക് സിലബസ് എന്താണെന്നുള്ള അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ജസ്റ്റ് ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെത് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് 18-ാം തീയതി വരെ ഉണ്ട് കേട്ടോ. ക്ലോസിങ് ഡേറ്റ് 18-ാം തീയതി വരെ ഉണ്ട്. ഓക്കെ, ഇനി ഇതിൻ്റെ OTP വരാത്തൊരു ഇഷ്യൂ പറഞ്ഞിരുന്നു, അതുമായിട്ട് ഞാനിതിൽ പറഞ്ഞുതരാം കേട്ടോ അതിൻ്റെ കാരണങ്ങൾ. ഓക്കെ, ഇതിൻ്റെ സിലബസ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. ഇതിലും ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് ആണെങ്കിലും ഇതിലേക്കൊക്കെ നിങ്ങൾക്ക് 80 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ തന്നെയാണ് ഉണ്ടായിരിക്കുക. നേരത്തെ പറഞ്ഞ പോലെ സിലബസ് ബേസ്ഡ് നിങ്ങളുടെ ഈ പറയുന്ന ഏതാണോ ഡിസിപ്ലിൻ, ആ ഡിസിപ്ലിൻ റിലേറ്റഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. നിങ്ങൾ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷനിൽ പഠിച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ 90 മിനിറ്റ് ടൈം ഡ്യൂറേഷൻ, ഒന്ന് ശരിയാലും 1 മാർക്ക്, തെറ്റാലും 0.33 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. അതുകൊണ്ട് ആൻസർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിനും സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരിക്കും. സ്കിൽ ടെസ്റ്റ് നേരത്തെ പറഞ്ഞ പോലെ ക്വാളിഫൈ നേച്ചർ മാത്രമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെലക്ഷൻ. ഇതിൻ്റെ നമ്മൾ ആ ഒരു 3 മന്ത്സിൻ്റെ ഉള്ളിൽ നമ്മളൊരു പ്രിപ്പറേഷൻ പ്ലാൻ തയ്യാറാക്കിയതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതാക്കുക. അതിൻ്റെ ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി പല ഉദ്യോഗാർത്ഥികളും ഇന്നൊക്കെ മെസ്സേജ് അയച്ചത് കണ്ടു ഇൻസ്റ്റയിലൊക്കെ, അവർക്ക് OTP വരുന്നില്ല എന്നുള്ള കാര്യങ്ങളോ അതുപോലെ കമൻറ്റിലൊക്കെ ആയിട്ട് കണ്ടു. OTP എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മൾ ഫോം ഫില്ല് ഞാൻ ഓൺലൈൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു OTP. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ വെരിഫൈ OTP എന്ന് ക്ലിക്ക് ചെയ്യണം. അത് നമ്മൾ കംപ്ലീറ്റ്ലി ഫോം ഫില്ല് ചെയ്ത ഉദ്യോഗാർത്ഥികൾക്കാണ് വെരിഫൈ OTPയിൽ ചെയ്യാൻ പറ്റുക. ഓക്കെ, അത് ജസ്റ്റ് വെരിഫൈ OTP എന്നുള്ള ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണിക്കുക ദിസ് ഫെസിലിറ്റി ഫോർ ദ അപ്ലിക്കൻസ് ഹു ഹാവ്സ് ഓൾറെഡി സബ്മിറ്റഡ് ദർ ആപ്ലിക്കേഷൻ. നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ ഇതിലേക്ക് OTP വരും. അത് നമ്മളിതിൽ അടിച്ചു കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ശരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ യൂസ് ഇവിടെ ഒന്ന് പറയുന്നുണ്ടല്ലോ. ഓക്കെ, ഫോർ അപ്ലിക്കൻ ഹു ഓൾറെഡി സബ്മിഷൻ വിൽ സെൻഡ് മൊബൈൽ നമ്പർ സെൻഡ് അഡ്രസ് OTP വാലിഡിറ്റി 72 hours അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ SMS അലേർട്ട് വിൽ ബി സെൻഡ് ഓൺലി ടു വെരിഫൈഡ് മൊബൈൽ നമ്പർ. അപ്പോൾ നിങ്ങൾക്ക് SMS അലേർട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വെരിഫൈ ചെയ്യണം. മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്താൽ മാത്രമേ SMS ആയിട്ട് അലേർട്ട് വരുള്ളൂ. അപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളുടെ ആപ്ലിക്കേഷൻ എന്താണ്, നമ്മൾ പേയ്മെൻറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ അത് സബ്മിറ്റഡ് ആണ്, അത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആണ്, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ SMS അലേർട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, OTP വെരിഫൈ ചെയ്യണം. മൊബൈൽ നമ്പർ അതായിട്ട് വെരിഫൈ ചെയ്താൽ മാത്രമേ അതിലേക്ക് SMS ആയിട്ട് വരുള്ളൂ. ഇല്ലേ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മെയിൽ ID നിങ്ങൾ നോക്കിയാൽ മതി. ആ മെയിൽ ID അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് അലേർട്ട് കാര്യങ്ങളൊക്കെ മെയിൽ ID ത്രൂ എന്ത് ചെയ്യും അറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ SMS അലേർട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരിക്കും OTP വെരിഫിക്കേഷൻ നടത്തുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിലാക്കുക. അതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട, നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് നിങ്ങളെന്താണ് ഈ പറയുന്ന നിങ്ങളുടെ OTP വരുന്ന കുറേ ഇന്നിപ്പോൾ ടെക്നീഷ്യൻ ബീൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ സെർവർ നല്ല ബിസി ആയിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ OTP ഒക്കെ പെൻഡിങ് ഉണ്ടാവും. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഫ്ലൈറ്റ് മോഡൊക്കെ ആക്കി ഒന്ന് ഓണാക്കൊക്കെ ചെയ്ത് നോക്കുക. അതിലേക്ക് എന്തെങ്കിലും OTP വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ കയറിയിട്ട് എന്ത് ചെയ്യാമെന്ന് വെരിഫൈ ചെയ്തിട്ടേ കേട്ടോ. അപ്പോൾ വെരിഫൈ ചെയ്തിട്ടില്ല യാതൊരു പ്രശ്നവും ഇതിലില്ല. അവർ പർപ്പസ് ഇവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. SMS അലേർട്ട് ഈ പറയുന്ന മൊബൈൽ വെരിഫൈഡ് ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ വരൂ എന്നുള്ള അവർ പ്രത്യേകമായിട്ട് പറയുന്നതുകൊണ്ട് നമുക്ക് സമാധാനിക്കാം. ഓക്കെ, അതായത് നമുക്ക് ഈ പറയുന്ന അത് നിർബന്ധം മാൻഡറ്ററി അല്ല. മാൻഡറ്ററി ആണെങ്കിൽ തന്നെ ഫസ്റ്റ് നമ്മൾ രജിസ്ട്രേഷൻ്റെ സമയത്ത് തന്നെ അത് വെരിഫൈ ചെയ്യേണ്ടിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഓൾറെഡി എന്താണ്
നിങ്ങൾ സക്സസ്ഫുള്ളി പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സക്സസ്ഫുള്ളി സബ്മിറ്റഡ് ആണ്. ഓക്കെ, വേറെ ഇഷ്യൂസ് ഒന്നും നിങ്ങളില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എക്സാമും കാര്യങ്ങളൊക്കെ എഴുതാൻ പറ്റും. അപ്പോൾ OTP വെരിഫൈ ചെയ്തില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കേണ്ട, എക്സാമിന് പഠിക്കാതിരിക്കേണ്ട, പഠിച്ചോളൂ. OTP എന്ന് പറയുന്നത് ഈ ഒരു പർപ്പസിന് വേണ്ടിയാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. അത് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണെങ്കിലും ടെക്നീഷ്യൻ ആണെങ്കിലും ഏത് കാറ്റഗറി പോസ്റ്റിൻ്റെ ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിൽ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങൾക്ക് PYQs ഉടനെ തന്നെ വാങ്ങിയിട്ട് നിങ്ങൾ അനുസരിച്ച് ഇതാക്കാം. ഇനി ഈ PYQs മാത്രം വെച്ച് പഠിച്ചാൽ പോരാ, നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങളുടെ കയ്യിൽ എന്ത് വേണം, നിങ്ങളുടെ ആ ഡിസിപ്ലിൻ അല്ലെങ്കിൽ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട്സോ കാര്യങ്ങളോ വേണം. അത് നമ്മൾ പഠിച്ച സമയത്ത് എടുത്തു വെച്ച നോട്ട്സ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ബുക്സൊക്കെ നിങ്ങൾക്ക് അറിയാലോ, അത് വെച്ച് വാങ്ങാം. ഇനി കുറച്ച് ബുക്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇത്തരം കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ്റെ ബുക്കൊക്കെ ഞാൻ നമ്മുടെ പ്രൊഡക്ട്സിൽ ഞാൻ എന്ത് ചെയ്യാം, മെൻഷൻ ചെയ്യാം. അത് നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് എന്ന് കാണാമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ യൂട്യൂബിൻ്റെ പ്രൊഡക്ട്സ് പറഞ്ഞിട്ടൊരു ഇത് വരുമല്ലോ, ഒരു പോപ്പപ്പ് പോലെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് വരും നമ്മുടെ വീഡിയോയുടെ കൂടെ. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ISROക്ക് ആമസോണിൽ നിന്ന് അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാനുള്ളത് അതിലിടാം കേട്ടോ. ഓക്കെ, പിന്നെ ആമസോണിലും അത്യാവശ്യം ബുക്കുകളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ നിന്ന് വാങ്ങാം. അതിൻ്റെ ലിങ്കൊക്കെ നമ്മുടെ ഇൻസ്റ്റയുടെ ചാനലിലൂടെ കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. നിങ്ങൾ ഇതിൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.